എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. നല്ല തിരക്കുള്ളൊരു റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ. ഞാനിപ്പം ഡ്രൈവ് മോഡിലാക്കിയിട്ടുണ്ട്. ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു. ഈ മിറർ നോക്കുന്നു, മുമ്പിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയും ശ്രദ്ധിക്കുന്നു. മിറർ നോക്കിയിട്ട് ഓക്കെ ആകുമ്പോഴാണ് ഞാൻ പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക. നിങ്ങൾ നോക്കുക. ഇതാ ഇപ്പോൾ ബാക്കിൽ നിന്ന് അങ്ങനെ അധികം വണ്ടിയൊന്നുമില്ല, പതിയെ കുറച്ച് മുന്നോട്ടേക്ക് എടുത്തു. ഇതാ ഇപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടിയുണ്ട്, ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. മുന്നിൽ നിന്നിപ്പോൾ വണ്ടികളൊന്നുമില്ല, നോക്കാം. ഞാൻ പതിയെ എടുക്കുന്നു. ഈ മിറർ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ വണ്ടികളൊന്നുമില്ല, ഞാൻ ഇതാ പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. പതിയെ എടുക്കുന്നു. പതിയെ എടുത്ത് ഇവിടെ പതിയെ ഒന്ന് സ്ലോ ആക്കി. മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇപ്പോൾ വണ്ടികളൊന്നുമില്ല. ഞാൻ പതിയെ വണ്ടി എടുക്കുന്നു. നോക്കി നിങ്ങൾ, പതിയെ എടുക്കുന്നു, ഇവിടുന്ന് സ്റ്റഡി ആക്കുന്നു, കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് യൂ ടേൺ എടുക്കാം. യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ചേർത്ത് പിന്നീട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇതാ യൂ ടേൺ എടുത്ത് പതിയെ വന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ വിട്ട സമയമാണ്, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു വണ്ടി ഇതാ മുമ്പിൽ പോകുന്നുണ്ട്, കണ്ടില്ലേ? നിങ്ങൾ പതിയെ പോകുന്ന കണ്ടില്ലേ? ഇവിടുന്ന് പിന്നെ ഇവിടെ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നോക്കിയിട്ട് പോകണം, കണ്ടില്ലേ? പതിയെ പോകുന്നു നമ്മൾ. ഇവിടെ ഒരു സീബ്ര ലൈന് കൊടുത്തിട്ടുണ്ട്. ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കൊടുക്കണം, അതൊരു മര്യാദയാണ്. ട്രാഫിക് റൂളുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യാം. നോക്കുക, ഞാനിപ്പം ഈ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരിൽ നിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുക, കണ്ടില്ലേ? ഞാൻ ഓവർടേക്ക് ചെയ്യാതെ ഇതിൻ്റെ ബാക്കിൽ തന്നെ പോകുന്നു. നമുക്ക് ആക്ച്വലി കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് റൈറ്റാണ് പോകേണ്ടത്. ഇവിടുന്ന് ആക്ച്വലി ഞാൻ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നില്ല. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയതിന് ശേഷം ഞാൻ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. നോക്കുക നിങ്ങൾ, ഇവിടുന്നല്ല, കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിട്ടാണ് നമുക്ക് റൈറ്റ് പോകേണ്ടത്. നേരത്തെ ഇൻഡിക്കേറ്റർ ഒരുപാട് മുന്നേ ഇൻഡിക്കേറ്റർ കൊടുക്കണ്ട. അങ്ങനെ ആയാൽ പിന്നെയും കൺഫ്യൂഷൻ വരും. എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് എവിടെ നിങ്ങൾ ടേൺ ചെയ്യുന്നു എന്നൊക്കെ ആളുകൾക്ക് തോന്നും. അടുത്തെത്തുമ്പോൾ അല്ല കൊടുക്കേണ്ടത്, കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് ബാക്കിലെ വണ്ടികൾക്ക് മനസ്സിലാവണം നമ്മൾ അങ്ങോട്ടേക്ക് ടേൺ ചെയ്യാൻ പോകുന്നു എന്ന്. നോക്കുക നിങ്ങൾ, ഇതാ ഞാൻ ഇവിടുന്ന് പിന്നെ ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഇനി പിന്നെ റൈറ്റിലേക്ക് ടേണിംഗ് ഒന്നും വേറെ ഇല്ല, നമുക്ക് തിരിയേണ്ട ആ ടേണാണ് ഉള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അതിന് തൊട്ട് മുമ്പ് വേറെ ഏതെങ്കിലും റൈറ്റിലേക്കുള്ള റോഡ് ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും, അവിടത്തേക്ക് ടേൺ ചെയ്യാൻ പോവുകയാണോ എന്ന് വിചാരിച്ചിട്ട്. ഇതാ കറക്റ്റ് ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതാ ഈ ഒരു ഓട്ടോ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാനത് അവർക്കൊരു സൗകര്യമാക്കി കൊടുത്തു, കണ്ടില്ല? ഞാൻ സ്ലോ ആക്കി കൊടുത്തു. ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ മിഡിൽ ലൈന് ചേർത്താണ് വരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കുക, മിഡിൽ ലൈന് ചേർത്ത് ഞാൻ വന്നു. ഇതാ ഇവിടെ ഞാനിത് ഇവിടുന്ന് കറക്റ്റ് ടേൺ ചെയ്യുന്നു. നോക്കിയത് നിങ്ങൾ, എന്താ കറക്റ്റ് നോക്കിയിട്ട് ടേൺ ചെയ്യുന്നു. സെൻറ്റർ ലൈന് ഷോൾഡർ ലെവലിൽ വരുമ്പോഴാണ് ഞാൻ കറക്റ്റ് ടേൺ ചെയ്തത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. കറക്റ്റായിട്ട് ഞാൻ ഇത് ടേൺ ചെയ്ത് വന്നു. നോക്കി നിങ്ങൾ, ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട്, ഞാൻ പതിയെ ഇതാ കയറി ഇറങ്ങുന്നു. സെൻട്രൽ ലൈന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പം ഈ ഒരു റോഡിലേക്കാണ് വന്നത്. ഈ റോഡിൻ്റെ ഒരു സെൻട്രൽ ലൈന് നമ്മുടെ ഷോൾഡറിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ടേൺ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. നമുക്ക് കറക്റ്റായിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല ആളുകളും അത് സംശയം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. പതിയെ ഇതാ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് ഇതാ പതിയെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. ഇനി ഷാർപ്പ് വളവുകളൊക്കെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക, എന്നിട്ട് പഠിക്കുക എങ്ങനെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോൾ സ്റ്റിയറിംഗ് പിന്നെ 2 കൈ കൊണ്ടും പിടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് കറക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. നോക്കുക, ഈ ഒരു മിറർ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് ബോർഡറിൽ നിന്ന് ഏകദേശം 1 ഫീറ്റ് വിട്ടിട്ടാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1 ഫീറ്റാണ്, കൂടുതലില്ല. കണ്ടില്ലേ? വളരെ ശ്രദ്ധിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. സൈഡിലൊക്കെ ആളുകളൊക്കെ പോകുന്നുണ്ട്, അപ്പം വളരെയധികം ശ്രദ്ധിക്കണം. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. ചിലപ്പോൾ അവർക്ക് ഈ ട്രാഫിക് റൂളുകളൊന്നും അറിയുന്നുണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മെയിനായിട്ട് ട്രാഫിക് റൂളുകളൊക്കെ അറിയുന്നവർക്കാണ് പിന്നെ കറക്റ്റായിട്ട് റോഡിലൂടെ നടക്കുമ്പോൾ ശരിയായ രീതിയിൽ നടക്കുന്നത്, അല്ലേ? അല്ലാത്തവർ ചിലപ്പോൾ ഇതൊന്നും നിയമങ്ങളൊന്നും അറിയാത്തവർ ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും.
പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കെയർ വേണം. ഈ സ്കൂൾ വിട്ട സമയത്തൊക്കെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ. പതിയെ പോകുന്നു. ഞാൻ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു. ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ബാക്കിൽ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഈ ഓട്ടോനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപാട് ഈ മിററിലൂടെ നോക്കുന്നു. പാസ്സായെന്ന് മനസ്സിലാകുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് കറക്റ്റായിട്ട് നമ്മളെ ട്രാക്കിലേക്ക് വന്നു. കണ്ടില്ലേ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ. ചെറിയ ചെറിയ പോയിന്റുകൾ പോലും ശ്രദ്ധിക്കണം. അതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പതിയെ ഞാനിതൊരു കയറ്റം കയറി പോകുന്നു. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ചേർത്തിട്ട് തന്നെയാണ് പോകുന്നത്. മിഡിൽ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോവരുത്. അതിന് വളവാണെന്നുണ്ടെങ്കിലും തിരിവാണെന്നുണ്ടെങ്കിലും ഒന്നും പോവരുത്. ലെഫ്റ്റ് ചേർത്ത് തിരിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് തിരിയുക. നിങ്ങൾ ഇന്നർ മോസ്റ്റ് അല്ല, ഔട്ടർ മോസ്റ്റ് തിരിയുക. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. പലരും ടേൺ ചെയ്യുന്നത് എപ്പോഴും ഇന്നർ മോസ്റ്റ്. ഞാൻ ഇന്നർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഔട്ടർ ലൈൻ ഉണ്ടല്ലോ, ആ ഔട്ടർ ലൈനിൽ നമ്മളുടെ ടയർ വരുന്ന പോലെ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനാണ് ഞാൻ ഔട്ടർ ലൈൻ എന്ന് പറഞ്ഞത്. അതിൽ നമ്മുടെ ലെഫ്റ്റ് ടയർ ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ടേൺ ചെയ്യേണ്ടത്. ഒരു വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട്. നിങ്ങൾ നോക്കി, നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഇങ്ങനെ പതിയെ റൈറ്റിലേക്ക് ചേർത്ത് പോകുന്നു. പാസ്സായി ഒന്ന് ലെഫ്റ്റ് മിറർ നോക്കി ഓക്കെ ആകുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് സൈഡ് നമ്മുടെ ട്രാക്കിലേക്ക് തന്നെ വന്നു. കുട്ടികൾ റോഡിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഹോൺ അടിച്ചു. കണ്ടില്ലേ? ഹോൺ അടി കേട്ടിട്ട് കുട്ടികൾ മാറി. കുറച്ചൊന്നും ഞാൻ റൈറ്റ് പിടിച്ച് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന കാണുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അവർ ചിലപ്പോൾ തീരെ ശ്രദ്ധയുണ്ടാവില്ല. ഹോൺ അടിച്ച് നിങ്ങൾ കേൾപ്പിക്കണം അവർ. ഇവിടെ ഒരു എമർജൻസി ലൈറ്റ് ഇട്ടിട്ട് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞാനൊന്ന് സ്ലോ ആക്കി. പൂച്ച കുറുകെ ചാടിയിട്ടുണ്ട്. ഇതാവുന്ന റൈറ്റ് ചേർത്തെടുക്കുന്നു. ഓക്കെ, നിങ്ങൾ റൈറ്റ് ചേർത്തെടുത്തു. പാസ്സായോ എന്ന് ലെഫ്റ്റ് മിറർ നോക്കി. പാസ്സായെന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് തന്നെ വന്നു. കണ്ടില്ലേ? നിങ്ങൾ ഇതുപോലെയാണ് നിങ്ങൾ നോക്കി ചെയ്യേണ്ടത്. ഇതാ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കണ്ടോ നിങ്ങൾ എന്നെ? ഇതുപോലെയൊന്നും ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. ഇപ്പോൾ ആ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ? കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുമ്പിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അവർ സ്ലോ ആക്കിയത് കൊണ്ടാണ് അയാൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയത്. അതേപോലെ ഞാനും സ്ലോ ആക്കി. ഞാനും അതേ സ്പീഡിലാണ് പോകുന്നതെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഓവർടേക്കുകൾ ചെയ്യരുത്. തൊട്ട് മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലെ റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരാണ് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടില്ലേ? ഇപ്പം ചെറിയൊരു ഗ്യാപ്പിൽ എടുത്തിട്ട് പോയതാണ്. ഞാനും സ്ലോ ആക്കി കൊടുത്തു. അതുകൊണ്ട് അയാൾക്ക് എടുത്ത് പോകാൻ വേണ്ടി പറ്റി. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഡ്രൈവ് ചെയ്യരുത്. ഞാനത് ലെഫ്റ്റ് ചേർത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? ലെഫ്റ്റ് ചേർത്ത് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം. അധികം സ്പീഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. ഇനി വളവുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങളെ സ്റ്റിയറിങ് തിരിഞ്ഞ് വന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ തിരിക്കുന്നത് നിങ്ങൾ നോക്കി. ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അത് ബോർഡർ ലൈനിൽ വരുന്ന രീതിയിലാണ്. ബോർഡർ ലൈനിൻ്റെ അടുപ്പിച്ച് വരുന്ന രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബോർഡർ ലൈനിൽ തന്നെ വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? സൈഡിൽ കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മിററിൻ്റെ ബോഡി, അതായത് മിററിൻ്റെ ഔട്ടർ അവിടെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ബോഡി അവിടെ തട്ടും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. കണ്ടില്ലേ? ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ തിരിയാം. നിങ്ങൾ നോക്കിയേ, ഔട്ടർ ചേർത്താണ് തിരിയുന്നത്. ഔട്ടറിൽ ചില വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു രക്ഷയില്ല. നമ്മൾ കുറച്ച് ഇന്നറിലേക്ക് വരേണ്ടി വരും. ഔട്ടർ ചേർത്ത് തിരിയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്